എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാനിന്ന് വളരെ സന്തോഷത്തോടു കൂടി ഈയിടെ 7-ാം ദിവസം ഡിസംബർ 7-ന് കർദിനാളായി നിയമിക്കപ്പെട്ട ഹിസ് എമിനൻസ് ജോർജ് ജേക്കബ് കൂവക്കാട്ടിൻ്റെ അടുത്താണ്. വളരെ ദിവസങ്ങളായിട്ട് ഞാൻ ഓടി നടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ആ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഈ വിവരം അറിയിക്കുവാൻ വേണ്ടിയിട്ട് എപ്പോഴും പുറകെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സർവ്വ ലോകമത സമ്മേളനം നടന്നപ്പോഴുമൊക്കെ അതൊക്കെ അങ്ങയുടെ ഒരു വലിയ ഒരു എളിമയുടെ അല്ലെങ്കിൽ ഒരു സാഹോദര്യത്തിൻ്റെ പ്രകടനമായിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഞാൻ എമിനൻസിനോട് ചോദിച്ചു നമുക്കൊരു ഇൻ്റർവ്യൂ വേണമെന്ന്. അപ്പോൾ ആ സമയത്ത് വത്തിക്കാൻ്റെ ആ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് നടത്തണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ മഴ മുഖാന്തരം അത് മാറ്റിവെക്കേണ്ടി വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ തിരക്ക് പിടിച്ച ജോലികൾക്കിടയിലും എന്നോട് ഇന്ന് വൈകുന്നേരം വരാൻ പറയുകയും അങ്ങനെ ഈ അവസരം തന്ന ഹിസ് എമിനൻസ് ജോർജ് ജേക്കബ് കൂവക്കാട്ടിനെ നമ്മളുടെ പ്രേക്ഷകർക്കായിട്ട് പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിതാവേ, അങ്ങയുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ അങ്ങയുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു സംഭവം എന്താണ് പറയാമോ? ആദ്യമായിട്ട് തന്നെ ഈ ദിവസങ്ങളിലെല്ലാം ചെയ്ത ഈ മാധ്യമ ധർമ്മം, സത്യം സ്നേഹത്തോടുകൂടി ലോകത്തെ അറിയിക്കാൻ ചെയ്ത ഈ ശുശ്രൂഷ എന്ന് ഞാൻ വിളിക്കുന്നു. ഈ ചെയ്ത എൻ്റെ പിന്നിൽ ഏറെ കഷ്ടപ്പാടുകളുമുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇന്നാണെങ്കിലും എനിക്ക് വേറെ പദ്ധതികൾ പല പരിപാടികളുണ്ടായിരുന്നുകൊണ്ട് വിചാരിച്ച സമയത്ത് എത്താൻ പറ്റിയില്ല. ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരുന്നു. എല്ലാം പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പം തൊട്ടേ നല്ലൊരു വിശ്വാസ മാതൃകയുള്ള കുടുംബത്തിലാണ് ഞാൻ വളർന്നു വന്നത്. എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കുടുംബം. അപ്പം മാതൃകാപരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുന്ന കുടുംബാന്തരീക്ഷമാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിന് അടിത്തറ പാകിയത്. അതിനുശേഷം ഉള്ള യാത്രയിൽ എപ്പോഴും നമുക്ക് ഇപ്പം ഒരു വൈദികനാകണം എന്നുള്ള ആഗ്രഹം ചെറുപ്പത്തിൽ എൻ്റെ മാതൃ സഹോദരനിൽ നിന്ന് എനിക്ക് ചെറുപ്പത്തിലേ ലഭിച്ചു. ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കാം. പക്ഷേ അതൊരു വൈദികനാകണം. എനിക്ക് കുടുംബജീവിതവും ഇഷ്ടമായിരുന്നു, വൈദിക ജീവിതവും ഇഷ്ടമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എപ്രകാരമാണ് നമ്മൾ നമ്മുടെ വിശ്വാസത്തോടുകൂടി നമ്മളുടെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് എന്നുള്ള ഇത് നമ്മൾ പ്രാർത്ഥനാപൂർവം തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ ആധ്യാത്മിക പിതാക്കന്മാരോട് പ്രത്യേകമായിട്ട് ചോദിച്ച അവസരത്തിൽ അവർ തന്ന ആ നല്ല ഉപദേശങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ സെമിനാരി പ്രവേശനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഓരോ നിമിഷത്തിലും ദൈവം നമ്മുടെ അധികാരികളിലൂടെയും ഓരോ സംഭവങ്ങളിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കുന്നു. അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഇന്ന് വരെയുള്ള ആ ഒരു വിശ്വാസ അനുഭവം എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ അധികാരികളിലൂടെയും നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പല ഇൻ്റർവ്യൂകളിലും കേട്ടിട്ടുണ്ട്, പൗത്തൽ പിതാവ് അങ്ങയുടെ ജീവിതത്തിലൊരു പ്രധാനമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി. അത് ഒരു സഹായകമായി ആ വിശ്വാസത്തിൻ്റെ വളർച്ചയിലെന്ന് കേട്ടു. അത് നേരാണല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാൻ പങ്കുവച്ചിട്ടുള്ളതുപോലെ അങ്ങനെ ഞാൻ സെമിനാരിയിൽ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം BSc കെമിസ്ട്രി പഠിച്ചതിന് ശേഷം സെമിനാരി ചേരുമ്പോൾ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഇടവകയിലായിരുന്നുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുക. അത് അന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം, നമ്മുടെ ചുറ്റുപാട് ധാരാളം പാവപ്പെട്ടവർ നമുക്ക് ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട്. മദർ തെരേസയുടെ ജീവിതം, ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം, അങ്ങനെയൊക്കെയുള്ളത് നമ്മുടെ ജീവിത ചെറുപ്പത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. എങ്കിലും സെമിനാരി പഠന കാലഘട്ടത്തിൽ തന്നെ അഭിമന്യ പൗത്യപിതാവ് റോമിലേക്ക് പഠിക്കാനായിട്ട് വിടുമ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. എനിക്കങ്ങനെ പഠിച്ച് വലുതാകാനൊന്നും താല്പര്യമില്ല പിതാവേ, എനിക്കിങ്ങനെ ഇടവകയിലായിരുന്നുകൊണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, സെമിനാരിക്കാരനായിട്ട് തുടരുക, അതിന് ദൈവശാസ്ത്രം പഠിക്കാൻ വേണ്ടി
ആണിപ്പോൾ റോമിലേക്ക് വിടുന്നത്. അത് ഈ പിന്നെ അപ്പം വൈദികനാകാൻ വേണ്ടി ദൈവശാസ്ത്രം പഠിക്കണം, അതിനുവേണ്ടി റോമിലേക്ക് വിടുന്നു എന്ന് പറഞ്ഞ് പിതാവ് എന്നെ വിട്ടു. ആ സെമിനാരി കാലഘട്ടങ്ങളിൽ തന്നെ പിതാവ് ബോധ്യങ്ങൾ തന്നു. അപ്പം അന്ന് പിതാവ് പ്രത്യേകമായിട്ട് പറഞ്ഞൊരു കാര്യം, ദൈവശാസ്ത്രം തീർച്ചയായിട്ടും പഠിക്കണം, അത് നാട്ടിൽ പഠിക്കാം, ഇവിടെയും പഠിക്കാം. പക്ഷേ ഞാൻ റോമിലേക്ക് വിടുന്നത് കാര്യപ്രാപ്തിയുള്ള അച്ഛനാകാൻ, സഭയുടെ ആഗോളമാനം മനസ്സിലാക്കാൻ, ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വ്യക്തിത്വ വളർച്ചയിൽ മുന്നോട്ട് പോകുവാൻ ആണെന്നൊക്കെ പറഞ്ഞ് പിതാവ് അയച്ചത് എത്ര കൃത്യമായിട്ട് പിതാവ് വീക്ഷണത്തോടുകൂടി പിതാവ് അയച്ചു എന്നുള്ളതാണ്. അപ്പം പിതാവ് പകർന്നു തന്നത് ആ ഒരു പിതാവിൻ്റെ അറിയാം, നമുക്ക് പിതാവിൻ്റെ ഒരു എപ്പോഴും പിതാവിൻ്റെ പ്രസംഗങ്ങളെ പറ്റി പറയുന്നത്, പിതാവ് ഏറ്റവും കൂടുതൽ പറയുന്ന വാക്കെന്ന് പറയുന്നത് സഭ എന്നുള്ളതാണ്. ശരിയാണ്. എനിക്ക് ജീവിക്കുക എന്ന് പറയുന്നത് സഭയാണ്. പൗലോസ്ലീഹയുടെ വാക്കുകൾ കടമെടുത്ത് എനിക്ക് ജീവിക്കുക എന്നുള്ളത് മിശിഹ എന്നതിന് പകരം പിതാവ് പറഞ്ഞു എനിക്ക് ജീവിക്കുക എന്ന് പറയുന്നത് സഭയാണ്. അപ്പോൾ അത്രമാത്രം ആ ഒരു അത് സാധാരണക്കാർക്ക് അത്ര അങ്ങോട്ട് മനസ്സിലാക്കിയെടുക്കാൻ, ഞാനാണെങ്കിൽ എനിക്ക് അത്ര അങ്ങോട്ട് അന്നൊന്നും നമുക്കത്ര ചെറുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നീടാണ് നമ്മളത് മനസ്സിലാക്കുക. കാരണം പിതാവ് പറയുന്നത് സഭയിൽ സ്നേഹിച്ചാൽ, സഭയിലൂടെ നമ്മൾ നിന്നാൽ നമ്മൾ വഴിതെറ്റി പോവുകയാണ്. സഭ യഥാർത്ഥ സഭയുടെ അധികാരികളോട് ചേർന്ന്, കാരണം വിശുദ്ധ ഗ്രന്ഥമാണെന്ന് പറഞ്ഞത് ആരാ? സഭയാണ്. അപ്പോൾ സഭയോട് ചേർന്ന് നിന്ന് ജീവിക്കണം എന്നുള്ള ഒരു ബോധ്യം, അങ്ങനെ ചില കാഴ്ചപ്പാടുകളും ചില ബോധ്യങ്ങളും ഒക്കെ തന്നതാണ് അഭിനയ ബോധ്യം. ആദ്യമായിട്ട് കർദിനാളായ ശേഷം അച്ഛനെയും അമ്മയെയും കണ്ടു കഴിഞ്ഞപ്പോൾ അവരെന്താണ് പറഞ്ഞത്? കർദിനാൾ സ്ഥാനം പരിശുദ്ധ പിതാവ് റോമിൽ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ സ്പെയിനിലായിരുന്നു. അപ്പോഴെൻ്റെ സുഹൃത്തുക്കൾ വഴിയാണ് ഞാൻ അറിയുന്നത്. ഞാനത് അറിഞ്ഞ അവസരത്തിൽ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചു, എൻ്റെ ചാച്ചനോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, കാരണം ഞാൻ ഓർത്ത് പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ സർപ്രൈസായിട്ട് പറഞ്ഞു കഴിയുമ്പം അവർക്കത് വിശ്വസിക്കാനാവുമോ, അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു ഇങ്ങനെ ഒരു സമ്മാനം പരിസ്ഥിതി പിതാവ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ ആണ് ഞാൻ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതും വലിയൊരു സന്തോഷത്തിൻ്റെയും വലിയൊരു വിസ്മയത്തിൻ്റെയും ഒരു അവസരമായിരുന്നു. അതേസമയം തന്നെ പിന്നീടാണ് ഞാൻ അറിയുന്നത് അവരുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഏതാണ്ട് 3 മാസക്കാലം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ 5 വർഷത്തെ ശുശ്രൂഷ പൂർത്തിയാക്കുന്നതുകൊണ്ട് ഒരു സ്ഥലമാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു 5 വർഷം പൂർത്തിയാകുന്ന അവസരത്തിൽ ഒരു ആർച്ച് ബിഷപ്പായിട്ട് കാണുവാനായിട്ട് ചാച്ചന് 79 വയസ്സ് 80 വയസ്സിലേക്ക് കടക്കുന്നു. അപ്പം അതുകൊണ്ട് ഈ വർഷത്തിൻ്റെ അവസാനമെങ്കിലും കാണണമെന്ന ആഗ്രഹത്തോടുകൂടി അവർ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു കഴിഞ്ഞു. അത് ഞാൻ പിന്നെ അവർ പറഞ്ഞപ്പോഴാണ്. അപ്പം ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം. കേരളം മാത്രമല്ല, ഭാരതവും ഒന്നായിട്ട് സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു അങ്ങയുടെ ഈ കർദിനാളിൻ്റെ ഒരു ദിവസം, 7-ാം തീയതി എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് ഇപ്പം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഡെലിഗേഷനൊക്കെ വന്നു. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിന് ആ ഒരു ദിവസത്തിൽ എന്താണ് ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് ഒരു കർദിനാൾ എന്നതിൽ നമ്മൾ കർദിനാളായ ദിവസം ഭാരതം വരെ നമ്മളെ ബഹുമാനിക്കുന്നു എന്നതിൽ എങ്ങനെയാണ് അതിനെ കണ്ടത്? നമുക്കറിയാം കർദിനാൾ സ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. അതേപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇത് ഭാരതത്തിന് പരിശുദ്ധ പിതാവ് തന്ന ഒരു സമ്മാനവും കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പിതാവിൻ്റെ മനസ്സിലെപ്പോഴും ലോകസമാധാനത്തിന് വേണ്ടി, സഭാഐക്യത്തിന് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ പരിശുദ്ധ പിതാവ് എപ്പോഴും നടത്താറുണ്ട്. ഇതേ മൂല്യങ്ങൾ ജീവിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മളുടേത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അവിശ്വസനീയമായ രീതിയിലുള്ള പ്രതികരണമാണ് നമ്മുടെ കേരളത്തിലെ ഭരണാധികാരികളിൽ നിന്നും, കേരളത്തിലെ സഭയിലെ എല്ലാ മത മേലധ്യക്ഷന്മാരിൽ നിന്നും, സഭാ മേലധ്യക്ഷന്മാരിൽ നിന്നും പ്രത്യേകമായ രീതിയിൽ നമ്മുടെ ആ മതേതരത്വത്തിൻ്റെ വലിയ സന്ദേശം
ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ ആ, ഇന്ത്യയിലെ ഭരണകൂടം വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ഈ എളിയവനായ എന്നെ ആദരിക്കുവാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിനിധി സംഘത്തെ അയച്ചു. ഞാനതിന് എന്നും അത് ഒരു ഭാരതീയ എന്ന നിലയിൽ, ഭാരതത്തിലെ ഒരു എളിയ മകൻ എന്ന നിലയിൽ ഞാൻ ഇന്ത്യൻ ഭരണകൂടത്തോടും ഇന്ത്യയിലെ ജനതയോടും ഹൃദ്യമായിട്ട് നന്ദി പറയുകയും പ്രാർത്ഥനയും അനുഗ്രഹവും ചോദിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഞാൻ അവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു, ആ ഡെലിഗേഷനെ, അതിൻ്റെ മിനിസ്റ്റേഴ്സിനെയൊക്കെ. അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു ദിവസത്തെയും ഭാരതത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സെലക്ഷൻ ഉണ്ടായല്ലോ എന്നുള്ളതിൽ അവരെല്ലാം ആശ്ചര്യപൂർവ്വമാണ് ആ ഒരു സംഭവത്തെ അവർ പറയുന്നത്. നമ്മൾ കർദിനാൾ പദവിയിലേക്ക് അങ്ങ് പ്രതീക്ഷിച്ചിരുന്നോ? അതായത് കർദിനാളായി എന്ന് പ്രഖ്യാപിച്ചപ്പോൾ എന്താണ് പിതാവിന് തോന്നിയത്? ഞാൻ ഒരു ഇടവകയിൽ വിശുദ്ധ കുർബാന ചൊല്ലിയതിന് ശേഷം എനിക്ക് ഇതുപോലെ പാവങ്ങളെ സഹായിക്കുന്ന ഒരു ഒരു നല്ല കുടുംബം, സ്പാനിഷ് കുടുംബം, അവരവരുടെ ഭവനം വെനിസ്വേലയിലുള്ള അവരുടെ ഒരു വർഷങ്ങൾക്ക് 60 വർഷക്കാലം മുമ്പ് വെനിസ്വേലയിലേക്ക് കുടിയേറിയവരാണ്. ഞാൻ വെനിസ്വേലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവരുടെ തറവാട് മദർ തെരേസ സിസ്റ്റേഴ്സ്, കൽക്കട്ട മദർ തെരേസ സിസ്റ്റേഴ്സ് എന്ന കോൺഗ്രിഗേഷന് വീട് ദാനമായിട്ട് കൊടുത്ത ഒരു ഭവനമാണ്. ആ ഭവനത്തോടുള്ള നന്ദി സൂചകമായിട്ട് ഞാൻ ആ ഭവനത്തിലെ അവിടുത്തെ അപ്പച്ചന് 85 വയസ്സുണ്ട്, അമ്മയ്ക്ക് 83 വയസ്സുണ്ട്. അവരുടെ അടുത്ത് ഒരു ഏതാനും ദിവസങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി ഒരു വർഷം മുമ്പ് എന്നോട് പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ പോയതാണ്. അവിടെ വെച്ചാണ് ഇങ്ങനൊരു വാർത്ത വരുന്നത്. വാർത്ത വരുമ്പോൾ മെസ്സേജുകൾ വരുന്നുണ്ട്, തുരുതുരാ മെസ്സേജുകൾ വരുന്നു, സന്ദേശങ്ങൾ വരുന്നു. പക്ഷെ ഞാനത് കാര്യമാക്കില്ല. കാരണം ഏതെങ്കിലും ഒത്തിരി ഗ്രൂപ്പുകളുണ്ടല്ലോ, ഇത് ഗ്രൂപ്പിൽ എന്തെങ്കിലും വരുന്നതാകാം. അത് കഴിഞ്ഞ് ഒരു മെസ്സേജ്, എനിക്ക് പരിചയമുള്ള ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ എന്നെ യുവർ എമിനൻസ് എന്ന് വിളിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചത്, പറഞ്ഞു ഇപ്പോൾ പരിശുദ്ധ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ വത്തിക്കാൻ്റെ കേന്ദ്ര കാര്യാലയത്തിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ ആണ് ജോലി ചെയ്തത്. അവിടുത്തെ അമേരിക്കൻ ഒരു മോൺസിഞ്ഞോർ എന്നെ ഉടനെ വിളിച്ചു, ജോർജ് കൺഗ്ലാരേഷൻ പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് എന്താ സംഭവിച്ചത്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പരിശുദ്ധ പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞു ഉറപ്പാണെന്ന് ചോദിച്ചു. ഇല്ല, ഞാനിപ്പോൾ കേൾപ്പിക്കാം, ഞാനിപ്പോൾ എൻ്റെ മുറിയിലുണ്ട് എന്ന് പറയാം. അദ്ദേഹം ആ വീഡിയോ എന്നെ പറയുന്നത് കേൾക്കുമ്പോഴാണ് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ചെങ്കിലും വിശ്വാസ്യത നമ്മൾ വരുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര നിമിഷമാണ്. നമുക്ക് ഒരു പക്ഷേ ആളുകൾ പറയും, ഒരു പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളിൽ ട്രോളുകൾ ഇറക്കുമല്ലോ, അപ്പോൾ നമ്മൾ അങ്ങനെയാണെന്ന് ഒരു പക്ഷേ വിചാരിക്കും. പക്ഷേ അത് യഥാർത്ഥമായിട്ട് സംഭവിച്ചു എന്ന് അങ്ങ് അറിഞ്ഞപ്പോൾ വളരെ ഉള്ളതായിട്ടാണ്. ഇന്ന് യുവജനങ്ങൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു. അത് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു, ചിലർ പറയുന്നു അങ്ങനെ പോകുന്നില്ല, വിശ്വാസത്തിൽ തന്നെ ഉള്ളവരുണ്ട്. അപ്പോൾ അത് നേരാണോ? അങ്ങയുടെ ആ അനുഭവത്തിൽ അങ്ങ് ആഗോളതരമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് മാർപ്പാപ്പായുടെ ഒക്കെ കൂടെ. അപ്പോൾ ഇങ്ങനെ ഒരു യുവാക്കളുടെ ഈ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് എങ്ങനെയാണ് നേരിടാൻ കഴിയുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് വിശ്വാസം കുറയുന്നു എന്നൊരു ചിന്ത പങ്കുവെക്കുന്ന വ്യക്തികളുണ്ട്, അതല്ല എന്ന് പറയുന്നവരുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ കാലഘട്ടങ്ങളിലും നമ്മൾ കേൾക്കുന്ന ഒരു ചിന്തയാണ്. കാരണം പണ്ടായിരുന്നു വിശ്വാസമെന്ന് എനിക്ക് തോന്നുന്ന ഒരു 10-30 വർഷം മുമ്പേ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ വിശ്വാസത്തിൽ കുറവുകൾ വന്നിട്ടുണ്ട്. പണ്ടായിരുന്നു, ഞങ്ങളുടെ കാലത്ത് ആയിരുന്നു കുറച്ചുകൂടെ വിശ്വാസം. എനിക്ക് അങ്ങനെ ഒരു വീക്ഷണത്തോട് യോജിപ്പില്ല. അതായത് ഇന്നത്തെ യുവജനങ്ങളും നല്ല വിശ്വാസവും ബോധ്യങ്ങളും ഉള്ള ധാരാളം യുവജനങ്ങൾ നല്ല രീതിയിൽ കുടുംബജീവൻ നയിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കൂടെ പഠിച്ച പ്രത്യേകിച്ച് സ്കൂളിൽ പഠിച്ചതും കോളേജിൽ പഠിച്ചതുമായിട്ടുള്ള സുഹൃത്തുക്കളെ അവരുടെ ഭവനങ്ങളിലൊക്കെ പോകുവാനായിട്ട് പല അവസരങ്ങളിലും എനിക്ക് ഇങ്ങനെ യാത്രകളുടെ അവസരത്തിലും
വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്ത അവസരങ്ങളിലൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ എനിക്കുള്ള സ്വപ്നവും എൻ്റെ ആഗ്രഹങ്ങളും വിശ്വാസ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ ധാരാളം പേര് ആ വിശ്വാസത്തോടുകൂടി ജീവിതത്തോട് പ്രതികരിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും ഷെയർ ചെയ്ത് ആവശ്യക്കാർക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കാനൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെയേറെ ഔദാര്യത്തോടുകൂടി അത് ആരും അറിയാതെ ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്ന ധാരാളം ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് വിശ്വാസം കുറയുന്നു എന്നുള്ളതും ഉള്ള ഒരു ചിന്താഗതി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയല്ല, അവരുടെ മക്കൾ, ഇപ്പം എനിക്ക് തോന്നുന്നത്, ഇപ്പം നമുക്ക് നോക്കിയാലറിയാം, യൂറോപ്പിലും മറ്റും കുടിയേറി വന്നിരിക്കുന്ന, നമ്മൾ ജോലിക്ക് വേണ്ടി മറ്റു കാര്യങ്ങൾക്കൊക്കെ വന്നിരിക്കുന്ന നമ്മുടെ യുവജനങ്ങളാണ് ധാരാളം ഉദാരമായിട്ട് സംഭാവന ചെയ്ത് പല പള്ളികളിലും ഈ ആരാധനയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും അതിനേക്കാൾ ഉപരിയായിട്ട് അവർ കൊടുക്കുന്ന സാക്ഷ്യം, നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബം എന്ന നിലയിൽ ഇടവകയോട് ചേർന്ന് ആരാധന, ദൈവത്തിൻ്റെ ആരാധന ഞായറാഴ്ച ദിവസം, കർത്താവിൻ്റെ ദിവസം ആചരിക്കണമെന്നുള്ള രീതിയിൽ വിശ്വാസ സാക്ഷ്യം കൊടുക്കുന്ന ഒരു തലമുറയാണിന്ന്. കാരണം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇന്ന് വിശ്വാസ ജീവിതം നയിക്കുക. എന്ന് പറഞ്ഞാൽ മക്കളുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്കറിയാം, പണ്ട് സ്കൂളിലും കോളേജിലും മാതാപിതാക്കളും പറയുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്നതും മാത്രമായിരുന്നു. ഇന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളുടെ മേൽ ചെലുത്തുവാൻ പറ്റുന്ന സ്വാധീനം വളരെ കുറവാണ്. കാരണം പ്രത്യേകിച്ച് ഈ കോവിഡ് കാലം കൂടെ വന്നതിന് ശേഷം മൊബൈലും ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തിൽ അവരുടേതായ ഒരു ലോകവും നമ്മൾ ഒക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള സ്വാധീനങ്ങളുമുണ്ട്. അപ്പോഴതിനെല്ലാം നയിക്കാനായിട്ട് ആ കുട്ടികളെ മാധ്യമ വിദ്യാഭ്യാസം കൊടുക്കുവാൻ, നല്ലതേത് ചീത്തയേത്, അവർക്ക് എത്ര സമയം ഇതൊക്കെ ഉപയോഗിക്കണം, അതെങ്ങനെ ഉപയോഗിക്കണം, അത് നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം എന്നൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കൾ ഉണ്ട്. ഒത്തിരിയേറെ നന്മ ചെയ്യുന്ന യുവജനങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് അതേക്കുറിച്ച് ഒരു ഭയമില്ല. പിന്നെ എല്ലാ കാലത്തും ഉള്ളതുപോലെ നല്ല ജീവിത സാക്ഷ്യങ്ങൾ, നമ്മളെ ഇപ്പം ഞാൻ മദർ തെരേസയുടെ കാര്യം പറഞ്ഞു, അങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്ന ജീവിത സാക്ഷ്യങ്ങൾ ആണ് എന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പ്രവാസികളുടെ നമ്പറുകൾ കൂടി വരികയാണ്. ഇപ്പോൾ യൂറോപ്പിൽ, അമേരിക്കയിൽ, മറ്റുള്ള അതുപോലെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ കുട്ടികൾ, ഇപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുമ്പോൾ ഇന്ത്യക്കാർ ധാരാളം കൂടി വരുന്നു. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്ന യുവാക്കളോട് ആ വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിതാവ് എന്താണ് പറയുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കുന്ന ആ വിശ്വാസ പരിശീലനവും ബോധ്യങ്ങളും നല്ല രീതിയിൽ ഇന്ന് പുറത്ത് വന്ന് ഏത് രാജ്യങ്ങളിലാണോ, ഏത് സാഹചര്യങ്ങളാണോ അവിടെ ജീവിക്കാൻ പരിശ്രമിക്കുന്ന നല്ലൊരു കൂട്ടായ്മയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ റോമിലാണ്, ഇതുമാത്രം പേര് അവരുടേതായ പരിമിതികൾ, അപ്പം കുടുംബത്തെ നാട്ടിൽ നിർത്തിയിട്ട് വന്നവരുണ്ട്, അതല്ലെങ്കിൽ ഇവിടുത്തെ ജോലിയും ഉത്തരവാദിത്വവും കണ്ട് കുറച്ച് സമയമേ ഉള്ളൂ, അതിൻ്റെ ഇടയ്ക്കും സമയം കണ്ടെത്തി, പിന്നെ വലിയ ശമ്പളങ്ങളൊന്നും ഇല്ലാത്തവരാണ് ഭൂരിഭാഗവും. അവരൊക്കെ ഉദാരതയോടുകൂടി പരസ്പരം പങ്കുവെക്കുന്ന മനോഭാവം. അപ്പോൾ നാട്ടിൽ ആൾ കുറയുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിത സാക്ഷ്യങ്ങളുടെയും വിശ്വാസ ജീവിതത്തിൻ്റെയും അതിർവരമ്പുകൾ വികസിക്കുന്നു എന്നുകൂടി അർത്ഥമുണ്ട്. അത് നമ്മൾ പുറത്ത് ഉള്ള രാജ്യങ്ങളിൽ പോയി അവിടെ സാക്ഷ്യം കൊടുക്കുവാനായിട്ട് ഉള്ള ഒരു അവസരമായിട്ട് കൂടെ ഞാൻ അതിനെ കാണും. അതിനെ കൂടുതൽ നമ്മൾ പരിപോഷിപ്പിക്കുകയും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ആളുകൾ നമ്മുടെ നാട്ടിലായിരിക്കുന്ന പ്രായമുള്ളവരും മുതിർന്നവരുമായിട്ട് ആളുകളെ പരിഹരിക്കുവാനും
വന്ന വഴികൾ മറക്കാതിരിക്കാനും ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ പ്രധാനമായിട്ടുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ ഈ പുറത്ത് വരുന്നത് കൊണ്ടാണ് നമ്മളുടെയൊക്കെ സാമ്പത്തിക സാമൂഹ്യ തലങ്ങളിലുള്ള വളർച്ചകൾ കേരളം പ്രത്യേകിച്ച് നമ്മളത് എടുത്ത് പറയേണ്ടതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇറ്റലി പറ്റി നമുക്കറിയാം, അമേരിക്കയിലും ഒക്കെ ആദ്യകാലത്തെ ആളുകൾ നല്ല ഭൂരിഭാഗം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. അടുത്തത് നമ്മളുടെ ഈ പാരമ്പര്യങ്ങളും ആചാരങ്ങളും പലപ്പോഴും പുതിയതായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ അത് ഏറ്റുമുട്ടാറുണ്ട് പലപ്പോഴും. അപ്പോൾ അത് പിന്നെ കോൺഫ്ലിക്റ്റുകളായിട്ട് മാറും. അപ്പോൾ അതിനെ നമ്മൾ ഒരു സന്തുലമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് അത് കൊണ്ടുപോകാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നത് സനാതനമായ മൂല്യങ്ങളുണ്ട്. സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ സനാതനമാണ്. സ്നേഹത്തിൻ്റെയും നന്മയുടെയും കാരുണ്യത്തിൻ്റെയൊക്കെ മൂല്യങ്ങൾക്ക് മാറ്റമില്ല. വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾക്ക് മാറ്റങ്ങളില്ല. പക്ഷേ അത് സ്നേഹത്തോടുകൂടി ഓരോ കാലഘട്ടത്തിലും ഓരോ സാഹചര്യങ്ങളിലും ഓരോ വ്യക്തികളുമായിട്ട് പങ്കുവയ്ക്കുവാൻ സാധിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള വെല്ലുവിളി. അതിന് വലിയൊരു ഉദാഹരണമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. വിശുദ്ധ പിതാവ് നല്ലൊരു അജപാലകനാണ്. പിതാവ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിത ദുഃഖങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ, അത് സുവിശേഷ മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ അവർക്ക് നന്മയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ സന്ദേശം കൊടുക്കാൻ, ആശ്വാസം കൊടുക്കാൻ, അതെപ്പോഴും എനിക്ക് തോന്നുന്നത് ഈശോയുടെ തന്നെ ശൈലിയാണ്. അവിടെ വിശ്വസ്തത, പാരമ്പര്യങ്ങളോടുള്ള വിശ്വസ്തത പുതിയ പ്രശ്നങ്ങളോടോ പുതിയ സാഹചര്യങ്ങളോ ആയിട്ട് നമുക്ക് എപ്രകാരം അതിനെ സ്നേഹത്തിൽ ലയിപ്പിക്കാൻ സാധിക്കും, അത് ആശ്രയിച്ചാണ് അതിൻ്റെ വിജയം ഇരിക്കുന്നത്. മാർപ്പാപ്പായോട് വളരെ അടുത്ത് പെരുമാറുന്ന അങ്ങയോട് ഒരു കാര്യം ചോദിക്കുകയാണ് ഞാൻ. അതായത് ഈ മാർപ്പാപ്പ പലപ്പോഴും നമ്മൾ ഇന്ത്യക്കാരെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മാർപ്പാപ്പ നമ്മളെക്കുറിച്ച്, ഇന്ത്യക്കാരെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എന്താണ് പറയാറുള്ളത്? പരിശുദ്ധപിതാവ് പ്രത്യേകമായിട്ട് ഒരവസരത്തിൽ എന്നോട് ചോദിച്ച ഒരു കാര്യം, മുതിർന്നവരെ, പ്രായമായിട്ടുള്ളവരെ എങ്ങനെയാണ് നമ്മുടെ സംസ്കാരം പരിരക്ഷിക്കുന്നത്, എങ്ങനെയാണ് അവരെ പരിഗണിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ചോദിക്കുകയും പിതാവ് അപ്രകാരം നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ അവർക്ക് പ്രധാനമായ സ്ഥാനവും അവർക്ക് സാഹചര്യങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ അവർ കുടുംബങ്ങളിൽ നിൽക്കുകയും കുടുംബങ്ങളിലെ നമ്മുടെ പരമ്പരാഗത മൂല്യം അനുസരിച്ച് ഏറ്റവും ഇളയ മക്കൾ തന്നെ പ്രാധാന്യത്തോടുകൂടി പലരും ജോലി തന്നെ ഉപേക്ഷിച്ച്, ഇപ്പം എന്നെ വല്യമ്മച്ചി എൻ്റെ ഭവനത്തിലുണ്ട്. അവിടുത്തെ ഞാൻ ഓർക്കുകയായിരുന്നു, കോവിഡ് വന്ന കാലത്ത് എൻ്റെ അമ്മയുടെ ഇളയ സഹോദരനാണ് വല്യമ്മച്ചിയെ നോക്കുന്നത്. അപ്പോൾ മറ്റ് 2 സഹോദരങ്ങളോട് പറഞ്ഞു, നീ ഇനി ജോലിക്ക് പോകണ്ട, അമ്മയെ നോക്കുക, നമുക്കെല്ലാവർക്കും കൂടെ അമ്മയെ നോക്കാം, നമുക്ക് പരസ്പരം സഹായിക്കാം എന്ന് പറഞ്ഞ് അവർ അങ്ങനെ മുൻകൈ എടുത്ത് വല്യമ്മച്ചി ഇന്നും ജീവിച്ചിരിക്കുന്ന അമ്മച്ചി, 96 വയസ്സുള്ള അമ്മച്ചി. അപ്പോൾ ആ ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു ശൈലിയുമൊക്കെ കുറിച്ച് പരിശുദ്ധ പിതാവായിട്ട് പങ്കുവയ്ക്കാനിടയായിട്ടുള്ള പിതാവ് അതിനെ വളരെയേറെ ആദരവോടെ ശ്രവിച്ചതും വിലമതിച്ചതും ഞാൻ ഓർക്കുക. അതോടൊപ്പം തന്നെ മാർപ്പാപ്പായുടെ ഈ യാത്രകളിൽ വളരെ വിഷമമുള്ള പല സാഹചര്യങ്ങളുമുണ്ട്. കാരണം മാർപ്പാപ്പ ആഗോളതലത്തിൽ എല്ലാവരും അറിയുന്നവരാണ്. അതോടൊപ്പം തന്നെ വളരെ സെക്യൂരിറ്റിയുടെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു അവസരങ്ങളിൽ എന്തെങ്കിലും ഒരു സമയത്ത് പിതാവിന് തന്നെ ഒരു തീരുമാനം എടുത്ത് അത് നടപ്പിലാക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് നമുക്കെല്ലാവരും ഓരോ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ അധികാരികളായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്ന അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ട്. എനിക്കൊന്നൊരു അധികാരിയായിട്ട് എനിക്ക് ജീവിതത്തിൽ ലഭിച്ച വലിയൊരു ഭാഗ്യമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അത് പരിശുദ്ധ പിതാവിനോടൊത്ത് ആയിരിക്കാന്ന് പറയുന്നത് എല്ലാവരുടെയും ഭാഗ്യമാണ്. അങ്ങനെയുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം
ഒരു രൂപീകരണത്തിൻ്റെ അനുഭവമായിരുന്നു. പിതാവിനോടൊത്തുള്ള ആ ജോലിയുടെ കാലഘട്ടങ്ങളിൽ പ്രതിസന്ധിയുള്ള അവസരങ്ങൾ, ഒരവസരത്തിൽ ഒരു പ്രധാനപ്പെട്ട യാത്രയിൽ പരിശുദ്ധ പിതാവ് അന്ന് തൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രസംഗം നടത്താൻ വേണ്ടി എല്ലാം തീരുമാനിച്ചിരിക്കുന്നതാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് പിതാവ് സ്ഥലത്തേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് ഒരു വാർത്ത ലഭിക്കുന്നത്, ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ഒരു വിഭാഗം ആളുകൾക്ക് മറ്റൊരു ഭാഗത്തു നിന്നുള്ള വിമാനം വൈകുന്നതുകൊണ്ട് സമയത്ത് എത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ഗവൺമെൻറ് പ്രതിനിധികൾ പറഞ്ഞു അവർ വരാതെ പരിശുദ്ധ പിതാവ് വരാൻ പാടില്ല. അപ്പോൾ അതെന്നെ വളരെ ബുദ്ധിമുട്ടിലാക്കി. കാരണം എനിക്ക് സാധാരണ അതിനു മുമ്പാണെങ്കിൽ നമുക്ക് ഇതിപ്പോൾ 2 മണിക്കൂർ സമയമുള്ളൂ. നമുക്കറിയാം ഒരു മാർപ്പാപ്പയുടെ ഒരു പ്രധാനപ്പെട്ട പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്താ ചാനലുകളും മറ്റു മാധ്യമങ്ങൾക്കും എല്ലാം നമ്മൾ സാറ്റലൈറ്റ് വഴി സമയം കൊടുത്തിരിക്കുകയാണ്, അത് സമയത്ത് സംപ്രേഷണം ഉണ്ട് എന്ന്. അത് പെട്ടെന്ന് മാറ്റിയാന്ന് പറഞ്ഞു. 15-20 മിനിറ്റൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതെപ്പോഴാണ് നടക്കുന്നത് അറിയാൻ പറ്റാത്ത അസന്നിഗ്ധാവസ്ഥയെ ഞാൻ ആദ്യമായിട്ടായിരുന്നു അന്ന് നേരിട്ട്. അപ്പോൾ ഞാൻ ഉടനെ പരിശുദ്ധാവിനോട് ചോദിച്ചു, പിതാവേ ഇങ്ങനൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. പിതാവ് പറഞ്ഞു, നമ്മളൊന്നും അതിൻ്റെ അകത്ത് ആകുലപ്പെടേണ്ട കാര്യമില്ല. അത് ഏറ്റവും ഭംഗിയായ രീതിയിൽ അവിടുത്തെ ഭരണാധികാരികൾക്ക് എപ്പോഴാണോ അവർക്ക് നടത്താൻ പറ്റുന്ന ആ രീതിയിൽ നമുക്ക് നടത്താം എന്ന് പറഞ്ഞ് വളരെ ശാന്തതയോടുകൂടി എനിക്ക് ധൈര്യം തന്ന്, സന്തോഷത്തോടെ ശാന്തതയോടെ തന്ന ആ ഒരു സമയം ഞാൻ ഇപ്പോഴും ഓർക്കും. അതോടൊപ്പം തന്നെ ഈ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്, മാർപ്പാപ്പ ആദ്യമേ സ്കൂൾ കാലഘട്ടങ്ങളിൽ കെമിസ്ട്രിയാണ് പഠിച്ചെന്നുള്ളത്. അത് പിതാവും അല്ലെ കെമിസ്ട്രിയിൽ ഗ്രാജുവേഷൻ നടന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. നേരാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2 കെമിസ്ട്രികളുടെ ഒരു കെമിസ്ട്രി എന്താണ്? ഒരു നല്ല ചോദ്യമാണ്. എനിക്ക് ഉത്തരം നല്ലതായിട്ട് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. പരിശുദ്ധ പിതാവ് അർജൻറ്റീനയിലെ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഒരു ഫുഡ് ലാബറട്ടറിയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. ഏതായാലും കെമിസ്ട്രി പഠിക്കുന്ന കാലത്ത് ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ലാബിലെയൊക്കെയുള്ള വിസ്മയവും അതുപോലെ തന്നെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച അധ്യാപകർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ഓരോരോ സാധനങ്ങൾ, കെമിക്കൽസ് എല്ലാം സൂക്ഷിച്ചിടുമ്പോഴുള്ള നമ്മുടെ ആ ശ്രദ്ധയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ഫോർമേഷനുണ്ട്. പ്രത്യേകിച്ച് പറയും, നമ്മൾ ഭക്ഷണം ഉപയോഗിക്കുമ്പോഴും ഭക്ഷണം എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും ഓരോ കാര്യങ്ങളിലും നമ്മൾ ടെസ്റ്റ് ട്യൂബിലേക്കൊക്കെ സൂക്ഷിച്ചിടുമ്പോൾ കെമിസ്ട്രി പഠിച്ച ഒരാൾ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്ന് ചെതറി പുറത്തേക്ക് പോകുന്നത് ഒരിക്കലും സ്വീകാര്യമല്ല എന്നൊരു അധ്യാപകൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. കാരണം അത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ ഓരോ കെമിക്കൽ വസ്തുക്കളും ഇടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പരിശുദ്ധ പിതാവിന് പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ സെമിനാരി കാലഘട്ടത്തിൽ കയറിയതിന് ശേഷം ഞാൻ ഒരിക്കലും ഞാൻ എൻ്റെ പാത്രത്തിൽ എടുക്കുന്ന ഭക്ഷണം ഞാൻ ഒരിക്കലും അത് വേസ്റ്റ് ആക്കാനായിട്ട് സമ്മതിച്ചില്ല. ഞാനത് അനുസരിച്ച് എടുക്കാറുള്ളൂ. എടുത്താൽ അത് തീർക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ളൊരു കെമിസ്ട്രി. ഇന്ന് പരിശുദ്ധ പിതാവ് ഈ പാവപ്പെട്ടവരോട്, വേദനിക്കുന്നവരോട്, വിശക്കുന്നവരോട് ഒക്കെയുള്ള ആ ഒരു പിതാവിൻ്റെ പ്രത്യേകമായ കരുതലും പ്രത്യേകമായിട്ടുള്ള ആ ഒരു സ്നേഹവും അത് കാണുമ്പോൾ തീർച്ചയായിട്ടും ദൈവം തന്ന ഒരു ആത്മബന്ധം, ആ ഒരു കെമിസ്ട്രി അത് ദൈവം തന്നതാണ്. പിതാവ് അതേ
രീതികളും അതേ ആത്മബന്ധവും എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ. അത് കെമിസ്ട്രി രണ്ടുപേരും പഠിച്ചുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കെമിസ്ട്രി പഠിച്ചത് ജോലി സാധ്യതകൾ കൂടുതൽ ഉണ്ടാകാം എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെങ്കിലും നമുക്കത് കെമിസ്ട്രി തരുന്ന ഒരു രൂപീകരണമുണ്ട്, ഒരു മനസ്സിൻ്റെ ഒരു നമുക്കതിൽ നിന്ന് കിട്ടുന്ന ചില മൂല്യങ്ങളുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് പരിശുദ്ധ പിതാവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ചില മൂല്യങ്ങൾ ഞങ്ങൾ രണ്ടും അറിയാതെ ഓരോരുത്തരും അവരവരുടെ സാഹചര്യത്തിലും കാലഘട്ടങ്ങളിലും ജീവിച്ചത് തമ്മിൽ ചെറിയ ചെറിയ സാമ്യങ്ങൾ ദൈവം ഒരുക്കിയതായിട്ട് കാണും. എൻ്റെ ചോദ്യം തീർന്നിരിക്കുകയാണ്. ഇനി പിതാവിന് ഞങ്ങളോട് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം. എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഈ ദിവസങ്ങൾ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. ധാരാളം പേര് നമ്മുടെ പ്രിയപ്പെട്ട ഭാരതത്തിൽ നിന്ന് ഇവിടെ എത്തി. എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് പോയി. അതിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഭാരതത്തിലെ ഭരണാധികാരികളോടും കേരളത്തിലെ ഭരണാധികാരികളോടും ഭാരതത്തിലുള്ള എല്ലാ മക്കളോടും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. കാരണം കേരളത്തിൽ മാത്രമല്ല, ഞാൻ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തതായിട്ട് പലരും എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് വളരെയേറെ കടപ്പാട് രേഖപ്പെടുത്താനായിട്ടുള്ളത് ഈ വത്തിക്കാനിലെ അധികാരികൾ, പരിശുദ്ധ പിതാവ് കഴിഞ്ഞുള്ള എൻ്റെ പ്രിയപ്പെട്ട അധികാരികളോടൊപ്പം തന്നെ ഇറ്റാലിയൻ ഗവൺമെൻറ്, ഇവിടുത്തെ ഭരണാധികാരികൾ വളരെയേറെ ഉദാരതയോടുകൂടി ആണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി സഹായിച്ചത്. നമ്മുടെ ഇത്രയും ധാരാളം പേര് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ വിസയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാം. പക്ഷേ വളരെ കുറച്ചൊരു കാലഘട്ടമേ ഉള്ളൂ. സാധാരണ ഇതിൽ 3 മാസമെങ്കിലും ഇല്ലാതെ നമുക്ക് വിസയുടെ അപ്പോയിൻമെൻറ്റ് സാധാരണഗതിയിലുള്ള ആ ഒരു പ്രോസസ്സൊന്നും പൂർത്തീകരിക്കാനായിട്ട് സ്വാഭാവികമായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ആഗ്രഹിച്ച എല്ലാവർക്കും തന്നെ ഇവിടെ എത്താൻ വേണ്ടി അവരവരുടെ പരമാവധി സഹകരിച്ചു എന്നുള്ളത് എനിക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത വലിയൊരു അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റാലിയൻ ഗവൺമെൻറ്റിനോടും നമ്മുടെ ഇന്ത്യയിലുള്ള ഇറ്റാലിയൻ അംബാസഡർ, അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥർ, അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും ഈ ഒരു കാര്യത്തിൽ വളരെ സ്നേഹത്തോടുകൂടി എന്നോട് പെരുമാറി. എനിക്ക് കുറവുകളുണ്ട്, എൻ്റെ കുറവുകളുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞു തരിക. മെച്ചപ്പെടാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാനതിനെ അങ്ങേയറ്റം ആദരിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്നെ അനുഗ്രഹിക്കുക. പരിശുദ്ധ പിതാവ് പ്രത്യേകം പറയാറുണ്ട്, അതായത് പലപ്പോഴും ജനങ്ങളോടുകൂടി ആയിരിക്കുക നിങ്ങൾ. അപ്പോൾ അവരിൽ ഒരാളായിരിക്കട്ടെ. അതിൻ്റെ ഒരു ഉദാഹരണമാണ്. എനിക്ക് വളരെ കുറച്ച് മാത്രമേ പിതാവിനെ അറിയുള്ളെങ്കിലും ആ എളിമയും ലാളിത്യവും ആ സ്നേഹത്തിൻ്റെ ആ ഊഷ്മളമായിട്ടുള്ള പ്രകടനവും അതെന്നും അങ്ങയോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അത് അങ്ങ് എപ്പോഴും കൊണ്ടു നടന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ധർമ്മങ്ങൾ ചെയ്യുവാനും ഞങ്ങൾക്കെല്ലാവരും നല്ലത് മാത്രം ചെയ്യുവാനും അതോടൊപ്പം തന്നെ ഈ സമയം ഞങ്ങൾക്ക് തന്നതിന് എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ നന്ദി. നമസ്കാരം.